Hi friends, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In today's lecture, we are going to discuss about the features of management. Management is an activity concerned with guiding human and physical resources such that organizational goals can be achieved. The features of management can be highlighted as follows. First one, management is goal oriented. The success of any management activity is assessed by its achievement of the predetermined goals or objectives. ഏതൊരു മാനേജ്മെൻറ്റിൻ്റെയും സക്സസ് എന്ന് പറയുന്നത് അവർ നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുമ്പോഴാണ് ആ മാനേജ്മെൻറ്റ് സക്സസ് ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, if the objective of an organization is to maximize customer satisfaction by producing quality goods at a reasonable price, the only way through which they can achieve it is by employing efficient persons and making the resources optimally used. ഒരു കമ്പനിക്ക് കസ്റ്റമേഴ്സിന് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ വരുത്തണം എന്നുള്ളതാണ് കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എങ്കിൽ, ബെസ്റ്റ് പ്രോഡക്ട്സ് അറ്റ് ദ ചീപ്പസ്റ്റ് പ്രൈസ് എന്ന നിലയിൽ കൊടുക്കണമെന്നാണ് ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എങ്കിൽ, അത് നേടണമെങ്കിൽ ഒരൊറ്റ കാര്യം കൊണ്ടേ നടക്കുള്ളൂ, കൃത്യമായ മാനേജ്മെൻറ്റ്, കൃത്യമായ സ്ഥലങ്ങളിൽ കൃത്യമായ എഫിഷ്യൻ്റ് ആൾക്കാർ വേണം, കൃത്യമായിട്ട് റിസോഴ്സിനെ ഉപയോഗിക്കണം. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഗോൾ ഓറിയൻറ്റഡ് ആണ്. ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ മോട്ടീവ് അല്ലെങ്കിൽ മിഷൻ എന്ന് പറയാം. So the first feature is management is goal oriented. The second feature is management integrates human, physical and financial resources. In an organization, human beings work with non-human resources like machines, materials, financial assets, buildings, etc. Management integrates human efforts to those resources. It brings harmony among the human, physical and financial resources. Management എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേഷൻ ആണ്. ഹ്യൂമൻ റിസോഴ്സിനെയും മറ്റ് മെറ്റീരിയൽ, ഫിനാൻഷ്യൽ റിസോഴ്സിനെയും എല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ ഹ്യൂമൻ സ്റ്റാഫ് കാണും. അത് കൂടാതെ മെറ്റീരിയൽസ്, റിസോഴ്സ് ഉണ്ടാവാം, ബിൽഡിങ്സ് ഉണ്ടാവാം, മെഷീനറി ഉണ്ടാവാം, പല രീതിയിലെ റിസോഴ്സ് ഉണ്ട്. ഈ റിസോഴ്സിനെ എല്ലാം ഒന്നായി ഉപയോഗിക്കുകയും മെയിനായി ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദ സെക്കൻഡ് ഫീച്ചർ ഈസ് മാനേജ്മെൻറ്റ് ഇൻ്റഗ്രേറ്റ്സ് ഹ്യൂമൻ, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. The third function is management is continuous. Management is an ongoing process. It involves continuous handling of problems and issues. It is concerned with identifying the problems and taking appropriate steps to solve it. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പ്രോബ്ലംസും ഇഷ്യൂസും ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുക. കാരണം നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് ഇപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അവർ പോളിസി ഫോം ചെയ്തു. പക്ഷേ ആ ഒരു പോളിസി കൊണ്ട് തീർന്നില്ല. പിന്നീട് വൺസ് ആ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നീട് അത് പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാനും അഡ്വർടൈസ് ചെയ്യാനും മറ്റൊരു പോളിസി വരും. അപ്പോൾ വൺ ആഫ്റ്റർ ദി അതർ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന് വേണ്ടിയിട്ട് പുതിയ പോളിസീസും മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസും എല്ലാം കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്, ഒരിക്കലും ഒരു എൻഡ് ഉണ്ടാകുന്നില്ല. വൺ ആഫ്റ്റർ ദി അതർ പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസ് അറൈസ്. സോ മാനേജ്മെൻറ്റ് ഇസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. Management is all pervasive. Management is required in all types of organization, whether it's a political, social, cultural or business, because it helps and directs various efforts towards a definite purpose. ഏത് തരത്തിലെ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണെങ്കിലും, സോഷ്യൽ ആണെങ്കിലും, കൾച്ചറൽ ഓർ എനി ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ ബിസിനസ് ആണെങ്കിൽ പോലും അവിടെ മാനേജ്മെൻറ്റ് എന്നൊരു ഫാക്ടർ ഉണ്ടായേ പറ്റൂ. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്നൊരു ഓർഗനൈസേഷൻ ആണോ അവിടെ മാനേജ്മെൻറ്റ് എന്ന ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്തേ പറ്റൂ. എന്നാൽ മാത്രമേ അവരുടെ കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അവർക്ക് എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. വെദർ ഇറ്റ് ഇസ് എ സ്മോൾ ബിസിനസ് ഫേം വിച്ച് മേ ബി എൻഗേജ്ഡ് ഇൻ ട്രേഡിംഗ് or a large firm like Tata Iron or Steel, management is required everywhere irrespective of size or type of activity. ബിസിനസ്സിൻ്റെ സൈസ് ചെറുതോ വലുതോ ആയിക്കോട്ടെ, സ്മോൾ സ്കെയിൽ ആവാം, അറ്റ് ദ ബിഗ്ഗസ്റ്റ് സ്കെയിലും ആവാം. പക്ഷേ മാനേജ്മെൻറ്റ് എന്നൊരു ആക്ടിവിറ്റി സ്മോൾ സ്കെയിൽ ആണെങ്കിലും ബിഗ് സ്കെയിൽ ആണെങ്കിലും അത് കമ്പൽസറി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവിൻ്റെ കോമൺ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മാനേജ്മെൻറ്റ് ഈസ് ഓൾ പെർവാസീവ്. Management is a group activity.
Management is very less concerned with individual efforts. It is more concerned with groups. It involves the use of group efforts to achieve predetermined goals of management of an organization. 1 plus 1 is bigger than 2. Management എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഒരിക്കലും സിംഗിൾ ഇൻഡിവിജ്വൽ എഫേർട്സിന് മാനേജ്മെൻറ്റിനെ നമ്മൾ കൺസേൺ ചെയ്യാറില്ല. എപ്പോഴും നമ്മൾ ഗ്രൂപ്പായിട്ട് നിന്ന് എന്ത് ചെയ്യുന്നു അതാണ് മാനേജ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരാൾ ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യുന്നതും വേറെ ഒരാളുമായിട്ട് കൊലാബറേറ്റ് ചെയ്ത് അവർ ടീമായിട്ട് ചെയ്യുന്നതും വളരെ ഡിഫറെൻ്റ് ആണ്. ടീം എഫേർട്ടിനായിരിക്കും എപ്പോഴും റിസൾട്ട് കൂടുതൽ. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടീം എഫക്റ്റാണ്. ആ ടീം എഫക്റ്റ് കൊണ്ട് മാത്രമേ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മാനേജ്മെൻറ്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. Management is a social process. This involves dealing with individuals at different levels of sensitivity and understanding. So we can say that human factor is the most important element in management. It is the pervasiveness of the human elements which gives management its special character as a social process. The manager of an organization has to deal with different levels of people. പല രീതിയിലുള്ള പല ലെവൽസിലുള്ള ആൾക്കാരുമായിട്ട് ഒരേ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും ഒരു മാനേജറിന്. ടോപ്പ് ലെവലാവട്ടെ ലോവർ ലെവലാവട്ടെ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു മാനേജറിന് കൃത്യമായ ഓർഗനൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ എല്ലാ ആൾക്കാർക്കും ഒരേ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒരേ ലെവൽ ഓഫ് സെൻസിറ്റിവിറ്റി ആവണമെന്നില്ല. പലർക്കും പല രീതിയിലായിരിക്കാം. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ്സാണ്. എല്ലാ ലെവൽ ഓഫ് പീപ്പിളുമായിട്ട് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സോഷ്യൽ പ്രോസസ്സാണ് മാനേജ്മെൻറ്റ്. Management is situational. Management is the application of knowledge as per the situations. Its concepts, propositions and principles are relatively dependable guides for behavior over a fairly wide range of situations. They can be modified, refined and even rejected in particular situations. Management means using our knowledge at the right time at the right place. കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് നമ്മുടെ അറിവുകൾ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുക. മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റ്സും ഉണ്ട് മാനേജ്മെൻറ്റ്. ഇതെല്ലാം നമ്മളെ പല തരത്തിലുള്ള സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗൈഡാണ് ഈ പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റ്സും പ്രപ്പോസിഷൻസും എല്ലാം. നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഏത് സിറ്റുവേഷനെയും മാനേജ് ചെയ്യാൻ പറ്റും കൃത്യമായിട്ടുള്ള പ്രിൻസിപ്പിൾസൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. സോ മാനേജ്മെൻറ്റ് ഈസ് സിറ്റുവേഷണൽ. എപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Management is a distinct activity. Management involves activities like planning, organizing, directing, controlling, etc. People who perform such activities are termed as managers or member of management team. In addition, management is a distinct activity that can be studied, experimented and practiced. Management എന്ന് പറയുന്നത് കുറേ ഡിസ്റ്റിങ്ക്റ്റ് ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് അത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുക. വാട്ട് മേക്സ് മാനേജ്മെൻറ്റ് ഡിസ്റ്റിങ്ക്റ്റ് ഈസ് ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് ക്യാൻ ബി സ്റ്റഡീഡ്, എക്സ്പെരിമെൻറ്റഡ് ആൻഡ് പ്രാക്ടീസ്. മാനേജ്മെൻറ്റ് എന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അതിൽ നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ രീതിയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാം, നമ്മുടെ ആ രീതിയിൽ പല രീതിയിൽ അതിനെ പ്രാക്ടീസ് ചെയ്യാം. ഇതെല്ലാം കൊണ്ടാണ് മാനേജ്മെൻറ്റ് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു സെറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ആക്ടിവിറ്റീസ്, അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് തുടങ്ങിയ ഒരു സെറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ചേരുന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുക. സോ മാനേജ്മെൻറ്റ് ഇസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആക്ടിവിറ്റി. Management is a science and an art. This is the most commonly stated feature of management. Management contains a scientific body of theoretical knowledge as well as the practical application of such knowledge. So it is treated as science and also an art. Management എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് തിയററ്റിക്കൽ നോളജിൽ പല മേഖലകളെ കുറിച്ചുള്ള തിയററ്റിക്കൽ നോളജും ഈ നോളജ് എവിടെയൊക്കെ എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ള പ്രാക്ടിക്കൽ സെൻസുമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു സയൻസ് ആൻഡ് ആൻ ആർട്ട് എന്ന് പറയുന്നത്. സയൻസ് മീൻസ് എ സെറ്റ് ഓഫ് തിയററ്റിക്കൽ നോളജ്, പല മേഖലകളിലുള്ള നോളജിലാണ് നമ്മൾ സയൻസ് ഉദ്ദേശിക്കുന്നത്. ആർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നോളജിനെ എവിടെ എപ്പോൾ ഉപയോഗിക്കണം എന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ആർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് വൈ മാനേജ്മെൻറ്റ് ഇസ് നോൺ ആസ് എ സയൻസ് ആൻഡ് ആൻ ആർട്ട്.
Management is intangible. Management is abstract and cannot be seen with the eyes, but its presence can be felt everywhere in the form of result. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ്. ഇൻടാഞ്ചിബിൾ മീൻസ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. ഒരിക്കലും നമുക്ക് ഫിസിക്കലായിട്ട് ഒരു മാനേജർ നമുക്കുണ്ടെങ്കിൽ പോലും അദ്ദേഹം ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഫിസിക്കൽ ഫോം ഇല്ല. അത് പക്ഷേ അതിനെ നമ്മൾ എപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്? നമ്മുടെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫാക്ടർ, ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഫാക്ടർ എന്താണ്? മാനേജ്മെൻറ്റ് എന്നൊരു ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഇൻടാഞ്ചിബിൾ അസറ്റാണ്. നമുക്കതിനൊരു ഫിസിക്കൽ ഫോം ഇല്ലെങ്കിലും അത് നമ്മുടെ ഒരു അസറ്റായിട്ട് തന്നെ നമ്മളത് വാല്യൂ ചെയ്യുന്നു. സോ മാനേജ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അസൈൻമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്? 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതനുസരിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.